അമൽ തിരുവഞ്ചൂർ പറഞ്ഞുവല്ലോ. കാരണം തിരുവഞ്ചൂർ മാത്രമല്ല, നമ്മൾ നോക്കും ഇന്ന് ഈ ദിവസത്തെ എല്ലാ പ്രതികരണങ്ങളും ഓരോന്നെടുത്ത് പരിശോധിച്ചാലും സ്ട്രെസ് ചെയ്ത്, അതായത് അങ്ങനെ അക്കമിട്ട് അടിവരയിട്ട് എല്ലാ നേതാക്കന്മാരും പറയുന്നത് അതിധീരമായ ഒരു നിലപാടാണ്. കാരണം മറ്റേത് പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയും ഇങ്ങനെ ഒരു നിലപാട്, ഇങ്ങനെ ഒരു പുറത്താക്കൽ നടപടി? ഒരു ജനപ്രതിനിധിയാണ് പുറത്താക്കുന്നത് പാർട്ടിയിൽ നിന്ന്. അപ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രത്തോളം അഡ്വാൻറ്റേജായി മാറുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധി പ്രധാനപ്പെട്ട നേതാക്കൾ KPCC നേതൃത്വത്തെയും AICC നേതൃത്വത്തെയും അറിയിച്ചതുമാണ്. അതിൽ മുൻനിരയിൽ നിന്ന് നേതാക്കൾ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും രാഹുലിനെ പാർട്ടിയിൽ തുടർന്നുകൊണ്ട് പോയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരും സാധാരണ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് തേടി വീട് കയറുമ്പോൾ ഏറ്റവും വലിയ വിഷയമായി ഇത് ഉയർന്നു വരും. അത് തിരിച്ചടി ഉണ്ടാക്കും. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ കിട്ടിയ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് ഈ വിഷയത്തോടു കൂടി ഇല്ലാതാകും എന്നുള്ള നിലപാട് അറിയിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ ഇന്നലെയും ആ നിലപാട് തുറന്നു പറഞ്ഞ ഒരാളാണ്. അതോടൊപ്പം തന്നെ കെ മുരളീധരൻ, അതോടൊപ്പം ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ ഇത്തരം നിലപാട് പറയുമ്പോഴും രാഹുലിനെ പുറത്താക്കണമോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ രണ്ടഭിപ്രായം പാർട്ടിയിലുണ്ടായിരുന്നു. ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഉള്ള ഒരേ ഒരു ചോദ്യം, രാഹുൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളത് മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കുറേ അധികം നാളുകളുണ്ട്. അപ്പോൾ രാജിവെച്ച് രാഹുൽ മാറി നിന്ന് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ഷീണം മാറ്റാൻ രാഹുൽ അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ്. രാഹുലിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ, നിലവിൽ എന്തായാലും പോലീസിന് പോലും ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലാണ് രാഹുൽ ഉള്ളത്. അപ്പോൾ രാഹുലുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ രാഹുലിനോട് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടും. അങ്ങനെ രാഹുൽ MLA സ്ഥാനവും രാജിവെക്കും എന്നുള്ളതാണ് നിലവിലെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ. രാഹുലിനെ ഇതുവരെ ഒളിഞ്ഞും തെളിഞ്ഞും അനുകൂലിച്ച ആളുകളുടെ ഷാഫിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസം. അതിനുവേണ്ടിയാണ് എല്ലാവരും നമ്മൾ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്, ആശ്രയത്തോടെ ആ പ്രതികരണം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഷാഫി എന്താണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേരത്തെയുള്ള വനിതാ നേതാവ് പറഞ്ഞ ആരോപണ നിഴലിലേക്ക് ഷാഫിയും വന്നുപെടുകയാണ്. അപ്പോൾ ഇതൊരു നടപടിക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് ഇനി ഉണ്ടാക്കുന്ന ചലനങ്ങൾക്ക് അത് അങ്ങനെ ഒരു സാധ്യത കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുമോ? എന്താണ് അക്കാര്യത്തിലുള്ള വിലയിരുത്തൽ? ഷാഫി പറമ്പിലടക്കം രാഹുലിനെ പിന്തുണച്ചിരുന്ന, അല്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ മറുത്തൊരു അഭിപ്രായം പറഞ്ഞിരുന്ന ആളുകളെ പാർട്ടി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലത്തെ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം വളരെ നിർണായകമാണ്. ഇന്നലെ ഉണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണവും ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്നുമായിരുന്നു. അത് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഞാൻ ആ തീരുമാനത്തിനൊപ്പം നിൽക്കും. അത് താനുമായുള്ള വ്യക്തിപരമായ അടുപ്പം സംബന്ധിച്ച് അതൊന്നും പാർട്ടി നിലപാടിൽ ബാധിക്കില്ല എന്നൊരു കാര്യമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെച്ചിരുന്നത്. പ്രതീക്ഷ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഇന്നത്തെ ദിവസത്തിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രാഹുലിനെ നമ്മൾ കാണുന്നത് കേരള നിയമസഭയിൽ സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന MLA ആയിട്ടാണ്, പാലക്കാട് MLA ആയിട്ടാണ്. അതേ ദിവസം തന്നെ കൃത്യം ഒരു വർഷം, ഒരൊറ്റ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയാമല്ലേ അമൽ? ഒറ്റ വർഷമാണ്, കൃത്യം ഒരു വർഷം. അതേ ദിവസം തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. രാഹുലിൻ്റെ രാഷ്ട്രീയ വളർച്ച ഒന്ന് പരിശോധിച്ചാൽ MLA സ്ഥാനം വരെ എത്തുന്നത് രാഹുൽ ഈ പെട്ടെന്ന് അങ്ങനെ പൊട്ടിമുളച്ചു വന്ന നേതാവല്ല. 2006 രാഹുൽ KSU പ്രവർത്തനം തുടങ്ങുന്നു, KSUവിൻ്റെ ഭാഗമാകുന്നു. അതിനുശേഷം പിന്നീട് KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആകുന്നു, ജില്ലാ പ്രസിഡന്റ് ആകുന്നു. അതിനുശേഷം പിന്നീട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് NSUവിൻ്റെ ഭാരവാഹിയാകുന്നു, NSUവിൻ്റെ ദേശീയ കോർഡിനേറ്റർ ആകുന്നു, സെക്രട്ടറി ആകുന്നു. അതിനുശേഷം പിന്നീട് കേരളത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നതാണ്. ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയാണ് രാഹുലിനെ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും അതിനുശേഷം രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. അങ്ങനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാകണം എന്നുള്ള ചോദ്യത്തിന് അന്ന് ഉമ്മൻചാണ്ടി ഉള്ള സമയമാണ്. ആ സമയത്താണ് ഈ ചർച്ചകളൊക്കെ നടന്നു പോരുന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആവണം, ഷാഫി പറമ്പിൽ മാറുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആവണം എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുന്നത് A ഗ്രൂപ്പിന് കുത്തക സംവിധാനമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് A ഗ്രൂപ്പിൻ്റെ കുത്തകയാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും മത്സരിപ്പിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. രാഹുൽ മത്സരിക്കുന്നു. രാഹുൽ നല്ല ഭൂരിപക്ഷത്തിൽ അവിൻ വർക്കിയെ പരാജയപ്പെടുത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു. സംസ്ഥാന അധ്യക്ഷനായി അധികം വൈകുന്നതിന് മുൻപ് തന്നെ രാഹുലിന് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പാലക്കാടേക്ക് ഒരു കാര്യം കൂടി അമൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമാകേണ്ട ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ തന്നെ വളർന്നു വരുന്നു, ഓരോ ഘട്ടങ്ങൾ പിന്നിടുന്നു. അവിടെയൊക്കെ തന്നെ ഒരു കേസിൽ പോലും പെട്ടുകഴിഞ്ഞപ്പോൾ നമ്മളെന്താണ് അതോടുകൂടി രാഷ്ട്രീയം അവസാനിക്കുന്ന ഒരു ആരോപണം ആദ്യം വരുമ്പോൾ പിന്നീട് എന്താണ് രാഹുലിൽ നിന്നും ഉണ്ടായ സമീപനം?
ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട ചില നിഷ്ഠകളുണ്ട്. അതിനും അപ്പുറത്തേക്ക് പോയി ഇരയെ അവഹേളിച്ചുകൊണ്ട് സൈബർ കൂട്ടങ്ങളുടെ മാത്രം പിൻബലത്തിൽ പടവെട്ടി എന്താണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം അവർക്കെതിരെ അടക്കം ഫൈറ്റ് ചെയ്ത് ആദ്യ ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വീട്ടിലിരുന്നു. പിന്നീട് ഓരോ ദിവസവും ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ പിൻവാതിലൂടെ പലയിടങ്ങളിലേക്കും പോയി ഏറ്റവും ഒടുവിലായി എന്താണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് ചെല്ലുന്നു. അവസാനമായി എന്താണ് ഈ കേസിന്റെ ഈ പരാതിയായി രേഖാമൂലം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ആ സമയത്ത് ഭവന സന്ദർശനമാണ് രാഹുൽ നടത്തുന്നത്. അതായത് അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല ഒരു MP-യുടെ സാന്നിധ്യം പോലും ഈ ഗുരുതര ആരോപണം ഏറ്റുവാങ്ങി ഒരു വ്യക്തിക്ക് മുൻപാകെ ഉണ്ടാകുന്നു. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പറയുകയാണ്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഞങ്ങൾക്കൊപ്പം രാഹുൽ വരുന്നത് വല്ലാത്തൊരു ബൂസ്റ്റർ ഡോസ് പോലെയാണ്, ഞങ്ങൾക്ക് വല്ലാത്തൊരു വികാരമാണ് സമ്മാനിക്കുമ്പോൾ. അങ്ങനെ ഓരോ ഘട്ടങ്ങളും രാഹുലിന്റെ ഈ ഫൈറ്റിംഗ് രീതി നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഒടുവിലൊരു പതനം. അപ്പോൾ ഈ കേസിന്റെ ഭാവി, ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനെ സംബന്ധിച്ച് രാഹുലായതുകൊണ്ട് ഇനി ഏതൊക്കെ രീതിയിലുള്ള ഫൈറ്റിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിലയിരുത്താനുള്ളത് തുടക്കം മുതൽ തന്നെ രാഹുൽ ഈ വിഷയത്തിൽ ഈ ഇത്തരം പരാതി ഉണ്ടാകുമ്പോഴും നേതൃത്വത്തിന് മുന്നിൽ പരാതി എത്തുമ്പോഴും രാഹുൽ സമൂഹ മാധ്യമങ്ങളിലടക്കം രാഹുലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് ഇതിപ്പോൾ കുറേ അധികം കാലമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൽ ആദ്യഘട്ടത്തിൽ വരുന്നത് AH ഹഫീസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുലിനെതിരെ ആരോപണം വരുന്നു. അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത്. പക്ഷേ ആ ചർച്ച 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ അങ്ങ് കെട്ടടങ്ങുകയാണ്. സമൂഹ മാധ്യമങ്ങളും ഫേസ്ബുക്കിലടക്കമുള്ള ചർച്ചകളൊക്കെ അങ്ങ് അവസാനിക്കുന്നു. അതിനുശേഷം പിന്നീട് രാഹുലുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും നടക്കുന്നില്ല. പിന്നീട് വരുന്നത് റിനി എന്ന് പറയുന്ന സിനിമാ താരത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഹൂ കെയേഴ്സ് എന്ന് തന്നോടും ചോദിച്ചു എന്നുള്ള അങ്ങനെ നിലപാട് പറയുന്ന ഒരാൾ തൻ്റെ അടുത്ത് മോശമായി പെരുമാറി എന്നൊരു കാര്യം ഈ സിനിമാ താരം പറയുന്നു. അതിനു മുൻപ് തന്നെ രാഹുലിൻ്റെ ഈ കോൺഫിഡൻസ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയതെന്നറിയില്ല. പക്ഷേ ഈ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പേര് വെച്ച് ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം പാലക്കാട് വെച്ച് നമ്മളുടെ റിപ്പോർട്ടർ ഗോകുലടക്കമുള്ള ആളുകൾ ചോദിക്കുമ്പോഴുള്ള മറുപടി എന്ന് പറയുന്നത് ഹൂ കെയേഴ്സ് എന്നുള്ളതായിരുന്നു. ആ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്കും ആ ഒരു സെൻറ്റൻസും ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഈ റിനി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിൽ ഇതേ വരി പറയുന്നു. അപ്പോൾ ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ചോദ്യമായി പിന്നീട് ആ ചോദ്യത്തിന് ഉത്തരം തേടിയെത്തുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈ റിനിയുടെ വെളിപ്പെടുത്തലുണ്ടാകുന്നതിന് പിറ്റേ ദിവസം ഒരു ഇരുട്ടി വെളുക്കുമ്പോൾ പിന്നീട് വരുന്നത് ഒരു പെൺകുട്ടിയുടെ ഓഡിയോയാണ്. ഈ രാഹുലുമായുള്ള ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പരുവത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉള്ളപ്പോഴും രാഹുൽ ആ വിഷയത്തിൽ ഒരു പതർച്ചയും കാണിച്ചില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൃത്യമായി തന്നെ പറയുന്നു തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിയമത്തിൻ്റെ മുന്നിൽ അപ്പോഴും രാഹുൽ ചോദിച്ചത് പരാതി ഉണ്ടോ എന്നുള്ള കാര്യമാണ്. നിയമപരമായി എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ അന്ന് പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം രാജിവെക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആ ദിവസം ഇല്ല എന്നുള്ളതായിരുന്നു ഈ വിഷയം വന്ന ദിവസത്തിലെ രാഹുലിൻ്റെ പ്രതികരണം. പക്ഷേ പാർട്ടിയിൽ നിന്നും കടുത്ത സമ്മർദ്ദമുണ്ടായി. മാധ്യമങ്ങളിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായി.